കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ ഓൺലൈൻ സന്ദേശ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. കൂട്ടുകാരെല്ലാവരും സന്തോഷമാണല്ലോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന വിഷയത്തെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. ഇന്ന് അതിന് തുടർച്ചയായ പാഠമാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ആ പാഠത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ക്രിസ്തു ന്യായാസനത്തിൽ എന്നാണ്. ക്രൈസ്റ്റ് ഓൺ ദ സീറ്റ് ഓഫ് ജഡ്ജ്മെന്റ് എന്നാണ് നമ്മുടെ ഈ പാഠത്തിന്റെ പേര്. കൂട്ടുകാർ, ഈ ചിത്രം എവിടെയും കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? എന്താണിത്? അതേ, നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിയുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചത്. അതായത് സുപ്രീം കോടതിയുടെ ചിത്രമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതെ, കുറ്റവാളികൾക്കും കുറ്റം ചെയ്യുന്നവർക്കും ശിക്ഷ നൽകുന്ന സ്ഥലമാണ് ഈ സുപ്രീം കോടതി എന്നത്. അപ്പോൾ ഇവിടെ ഒരു ന്യായാധിപൻ ഉണ്ടാകും. ഇവിടെ ന്യായപാലനം നടത്തുവാൻ ഒരു ഭരണഘടനയും ഉണ്ടാകും. ഇന്ന് നമ്മുടെ ഈ പാഠത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്താണെന്നും നാം ഓരോരുത്തരും ഒരു ദിവസം ഈ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണെന്നും എന്നാണ് നാം പഠിക്കുവാൻ പോകുന്നത്. കൂട്ടുകാർക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായാസനങ്ങളെ പറ്റി അറിയാമോ? പ്രധാനമായും തിരുവെഴുത്തുകളിൽ 3 തരത്തിലുള്ള ന്യായാസനങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി ക്രിസ്തുവിന്റെ ന്യായാസനം, രണ്ടാമതായി വെള്ളസിംഹാസനം, മൂന്നാമതായി തേജസ്സിന്റെ സിംഹാസനം. ഇനി ലോക ചരിത്രത്തിൽ ഏറ്റവും അടുത്ത് സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്, അല്ലെങ്കിൽ പുനരാഗമനമാണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവ് അല്ലെങ്കിൽ മധ്യാകാശ വരവായിരിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാനിടയായിരുന്നു. എന്താണ്? ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർത്തുകയും പിന്നീട് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ സഭ മധ്യാകാശത്തിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാർ കർത്താവിനോട് ഒരുമിച്ച് ചെന്ന് ചേരുവാനിടയായിത്തീരും. അതിനുശേഷം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ മധ്യാകാശത്തിൽ വെച്ച് അവിടെ ന്യായവിധി ഉണ്ടാകുവാനിടയായിത്തീരും. കൂട്ടുകാർക്കറിയാമോ ഇവിടെ ആരെയാണ് ന്യായം വിധിക്കുന്നത്? വിശ്വാസികളെ മാത്രമാണ്. അതിനെപ്പറ്റിയാണ് ഇന്ന് ഈ പാഠത്തിൽ നാം കൂടുതലായി പഠിക്കുവാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് വിശ്വാസികളുടെ ഈ ന്യായവിധി എപ്പോഴാണ്, എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് പഠിക്കാം. സഭയുടെ ഉത്പ്ലാവനത്തിനും അല്ലെങ്കിൽ റാപ്ചർ, എടുക്കപ്പെടലിനും അതിനുശേഷമുള്ള ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിലുള്ള 7 വർഷത്തെ സമയത്താണ് ഈ ന്യായവിധി നടക്കുവാനിടയായിത്തീരുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം എന്താണ് പറയുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ളവർ എന്താണ് അതിന്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൽപ്പന പ്രമാണിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഏതൊരു ഭക്തനും ക്രിസ്തുയേശുവിലാണ് ആയിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ക്രിസ്തുയേശുവിലായിരിക്കുന്നല്ലോ. ഓക്കെ, അപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർ ഒരു ഭക്തന് ഒരു ശിക്ഷാവിധിയും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ക്രിസ്തുയേശുവിലായിരിക്കുന്നവർ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിലാണല്ലോ കൂട്ടുകാരെ. നാം എല്ലാവരും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെട്ടവരാണ്. കൂട്ടുകാർക്ക് എവിടെയാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം സ്ഥാപിക്കുന്നത് അറിയാമോ? ക്രിസ്തുവിന്റെ ഈ ന്യായാസനം മധ്യാകാശത്തിൽ സ്ഥാപിക്കപ്പെടുമെന്നാണ് നാം വിശ്വസിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു എന്ന്. അടുത്തതായി നമുക്ക് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ അല്ലെങ്കിൽ ഈ ന്യായവിധിയുടെ ഉദ്ദേശം എന്താണെന്ന് പഠിക്കാം. ദ പർപ്പസ് ഓഫ് ജഡ്ജ്മെന്റ്. അപ്പോൾ ആദ്യമായി നാം പഠിച്ചു എപ്പോൾ, എവിടെ വെച്ച്, ആർക്കാണ് ഈ ശിക്ഷാവിധി നൽകുന്നത്, അല്ലെ? അടുത്തതായി നമുക്ക് ഇതിന്റെ ഉദ്ദേശം, ഈ ന്യായവിധിയുടെ ഉദ്ദേശം എന്താണെന്ന് പഠിക്കാം. ആദ്യമായി നാം പഠിച്ചു ഈ ന്യായവിധി, ക്രിസ്തുവിന്റെ ന്യായാസനം
വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. ഇവിടെ കൂട്ടുകാർ രണ്ട് ഗ്രീക്ക് പദം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായി ഗ്രീക്ക് പദം ബീമ എന്നാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ലും റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ഇവിടെ ബീമ എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പദം ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ ബീമ എന്നാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പുരാതന ഗ്രീക്കുകാരുടെ കായിക മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അല്ലെങ്കിൽ പ്രതിഫലം നൽകുന്ന സ്ഥലമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കൂട്ടുകാർ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ പരാജയപ്പെട്ടതിന്റെ പേരിൽ ആരെയും ശിക്ഷിക്കുകയോ പകരം ജയിലിലടയ്ക്കുകയോ ചെയ്തിരുന്നില്ല. രണ്ടാമത്തെ ഗ്രീക്ക് പദമാണ് ത്രോണോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഭൂമിയിലുള്ള സകല ദുഷ്ടന്മാരെയും ന്യായം വിധിച്ച് അഗ്നി നരകത്തിലേക്ക് തള്ളുവാൻ ന്യായാധിപനായ കർത്താവ് ഇരിക്കുന്ന സ്ഥലത്തെയാണ് ത്രോണോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ഈ രണ്ട് ഗ്രീക്ക് പദത്തിന്റെ വ്യത്യാസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി വിശ്വാസികളെ ന്യായം വിധിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ബീമ എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നത് ത്രോണോസ് എന്ന സ്ഥലത്താണ്. അതിന് ത്രോണോസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വ്യക്തമായ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ ന്യായം വിധിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ നരക ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നതല്ല. രഹസ്യവരവിൽ എടുക്കപ്പെട്ട ഏതൊരു വിശുദ്ധനെയും ദൈവസന്നിധിയിലാണ് നിർത്തുന്നത്. അവിടെ നരകശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതും തീയതുമായ എല്ലാ പ്രവൃത്തികളെയും പരിശോധിച്ച് അതിനെ വിലയിരുത്തുകയും അവിടെ ന്യായമായ പ്രതിഫലം നൽകുകയുമാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രധാനമായ ഉദ്ദേശം. അടുത്തതായി ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ എന്തെല്ലാമാണ് വിധിക്കപ്പെടുന്നത് കൂട്ടുകാരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു ആർക്കാണ്? വിശ്വാസികൾക്കാണ് ഈ ന്യായവിധി നൽകുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്? വിശ്വാസികളുടെ ഓരോ പ്രവൃത്തികളുമാണ് ഇവിടെ പരിശോധിക്കുകയും ന്യായവിധി നൽകുകയും ചെയ്യുന്നത്. കൂട്ടുകാരെ, ദൈവം നമുക്ക് അനേക താലന്തുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ചിലർക്ക് പാടുവാനുള്ള താലന്തുണ്ട്, ചിലർക്ക് പ്രസംഗിക്കുവാനുള്ള താലന്തുണ്ട്, ചിലർക്ക് പ്രാർത്ഥിക്കുവാനുള്ള താലന്തുണ്ട്, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള താലന്തുണ്ട്. ഒരു താലന്ത് പോലും ലഭിക്കാത്തതായി ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. എല്ലാവർക്കും ദൈവമായ കർത്താവ് ഓരോരോ താലന്തുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവം നൽകിയ ഈ താലന്തുകളും മറ്റു കൃപകളും എപ്രകാരം നാം വിനിയോഗിച്ചു എന്നാണ് ഇവിടെ പരിശോധിക്കുകയും അതിന് തക്കതായ പ്രതിഫലവുമാണ് ഇവിടെ വിധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ താലന്തുകളും സദാ ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് വളരെയധികം അത്യാവശ്യമല്ലേ? അതെ, തീർച്ചയായും. ഒരു വ്യക്തി ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ താൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ചെയ്തതായ പാപങ്ങൾക്ക് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ ശിക്ഷ ലഭിക്കുകയില്ല. എന്നാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷവും നാം അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് നിശ്ചയമായും നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിനും ഇവിടെ ശിക്ഷ ലഭിക്കുകയില്ല. പിന്നെ ഏതിനെല്ലാമാണ് ഇവിടെ ന്യായവിധി നടത്തുന്നത് അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി നമ്മുടെ പ്രവൃത്തികൾക്കാണ് ഇവിടെ ന്യായം വിധിക്കുന്നത്. നാം ചെയ്യുന്ന നല്ലതും തീയതുമായ എല്ലാ പ്രവൃത്തികൾക്കും ഇവിടെ ന്യായവിധി ഉണ്ടാകും. ചെറുതും വലുതുമായ പ്രവൃത്തികൾക്ക് മാത്രമല്ല. യേശുവിന്റെ വാക്ക് നോക്കൂ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 41-42 വാക്യങ്ങളിൽ യേശു പറയുകയാണ്, ഒരു പാത്രം വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ പോലും അതിന് പോലും നമുക്ക് പ്രതിഫലം ലഭിക്കുവാനിടയായിത്തീരും. അപ്പോൾ ഒന്നാമതായി നമ്മുടെ പ്രവൃത്തികൾക്കാണ് ഇവിടെ ന്യായവിധി ഉണ്ടായിത്തീരുന്നത്. കൂട്ടുകാരെ, നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്ത് നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ ഇടയായിത്തീരട്ടെ. നല്ലതും തീയതുമായ എല്ലാ പ്രവൃത്തികളെയും വിലയിരുത്തുന്ന കർത്താവിന്റെ സന്നിധിയിൽ അതെ നമുക്ക് നല്ല പ്രതിഫലം ലഭിക്കുവാനിടയായിത്തീരട്ടെ. നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും
അത് നല്ല പ്രവൃത്തികളായി തീരട്ടെ. രണ്ടാമതായി ന്യായം വിധിക്കുന്നത് നാം പറയുന്ന വാക്കുകൾക്കാണ്. യേശു കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന്. അതുകൊണ്ട് കൂട്ടുകാരെ, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണെന്ന ബോധ്യത്തോടെ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായി തീരട്ടെ. അല്ലെങ്കിൽ എപ്പോഴും നല്ല വാക്കുകൾ ആയിരിക്കട്ടെ. മൂന്നാമതായി ന്യായവിധി ഉണ്ടാകുന്നത് നാം ചെയ്യുന്ന രഹസ്യങ്ങൾക്കാണ്. അപ്പോൾ രഹസ്യങ്ങൾക്ക് ഒരു ന്യായവിധി ഉണ്ടാകും. കൂട്ടുകാരെ, നാം രഹസ്യമായി ചെയ്യുന്ന തെറ്റുകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സകല രഹസ്യ പ്രവൃത്തികളെയും ദൈവം ഒരു ദിവസം വെളിച്ചത്ത് കൊണ്ടുവരും. അത് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ്. കാരണം അവന് പറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അതുകൊണ്ട് നമ്മുടെ രഹസ്യ പ്രവൃത്തികൾ എപ്പോഴും കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം കൂട്ടുകാരെ നമ്മെ എപ്പോഴും ഭരിക്കട്ടെ. നാലാമതായി ന്യായവിധി നടത്തുന്നത് നമ്മുടെ ആലോചനകൾക്കാണ്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളുടെ ആലോചനയെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തയും ആലോചനയും ഇപ്പോൾ എന്താണെന്ന് പോലും ദൈവം അവിടെ വെളിപ്പെടുത്തുവാനിടയായി. ആ വിചാരണയിൽ നല്ല ആലോചനകൾക്ക് നല്ല പ്രതിഫലം ലഭിക്കുവാനിടയായി. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ദുരാലോചനകളും മാറ്റി നമുക്ക് നല്ല ആലോചനകൾക്ക് ചെയ്തുകൊടുക്കാം. നമുക്ക് നല്ല ആലോചനകൾ നടത്തുവാനിടയായി തീരട്ടെ. ഈ വീഡിയോ ചിത്രീകരണത്തിലൂടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തെ പറ്റി പ്രധാനമായും കൂട്ടുകാർക്ക് മനസ്സിലാക്കുവാനിടയായി തീരും. പല നിലകളിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമതായി ദൈവം ഒരു വിശ്വാസിയെ ഗൃഹവിചാരകനായിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലും നമുക്കത് വ്യക്തമായി വായിക്കുവാൻ കഴിയും. അപ്പോൾ ദൈവമാക്കി വെച്ച ഗൃഹവിചാരകന്മാർ എപ്പോഴും വിശ്വസ്തരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നീട് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന് 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു വിശ്വാസിയെ ഓട്ടക്കളത്തിൽ ഓടുവാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് കാണുന്നു.
ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ചട്ടപ്രകാരം ഓടേണ്ടത് അത്യാവശ്യമാണ്. അത് മാത്രമല്ല, സ്ഥിരതയോടെ ഓടേണ്ടതും അത്യാവശ്യമാണ്. ചട്ടപ്രകാരം ഓടുന്ന ഒരുവൻ അല്ലെങ്കിൽ സ്ഥിരതയോടെ ഓടുന്ന ഒരു വിശ്വാസി പിൻപിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ടോടണം എന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഒരു കെട്ടിടപ്പണിയോട് ഉപമിച്ചിരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഈ പണിയിൽ നിലനിൽക്കുന്നതും ദൈവത്തിന് പ്രസാദമുള്ള പണിയായി തീരണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയാണ്. കൂട്ടുകാരെ, ഈ 3 തരത്തിലുള്ള വിശ്വാസികളുടെ നിലകൾ നമുക്ക് ചിന്തിക്കുവാനിടയായിരുന്നു. ഒന്നാമതായി, ഗ്രഹവിചാരകനായിട്ടാണ് ദൈവം ഒരു വിശ്വാസിയെ ആക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമതായി, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തിയായിട്ടാണ്. മൂന്നാമതായി, ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഒരു ജീവിതമായി ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നത് എന്ന് തീ തന്നെ ശോധന ചെയ്യും എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് വളരെ പ്രതിഫലം ലഭിക്കും എന്ന് നാം വായിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയും. ആ പ്രതിഫലം ലഭിക്കണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നാം ജീവിപ്പാനിടയായിത്തീരണം. കൂട്ടുകാരെല്ലാവരും അതിന് റെഡിയാണല്ലോ. കൂട്ടുകാരെല്ലാവരും അങ്ങനെ ജീവിക്കുന്നവരാണല്ലോ. അങ്ങനെ പ്രതിഫലം ലഭിക്കുവാൻ കൂട്ടുകാരെ എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ ന്യായവിധി നടത്തുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നമുക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വിശ്വാസികൾ നിൽക്കുമ്പോൾ അവരെ ന്യായം വിധിക്കുന്നതിനുള്ള പ്രമാണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമതായി ദൈവ വചനമാണ്. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ കാണുന്നത് പോലെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ സുവിശേഷ മുഖാന്തരം നമ്മെ ന്യായം വിധിപ്പാനിടയായിത്തീരും, അല്ലെങ്കിൽ ഈ ദൈവവചന മുഖാന്തരം നമ്മെ ന്യായം വിധിപ്പാനിടയായിത്തീരും. രണ്ടാമത്തെ പുസ്തകമാണ് സ്മരണ പുസ്തകം അല്ലെങ്കിൽ ഓർമ്മയുടെ പുസ്തകം എന്നാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെ പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിലാണ് വിശുദ്ധന്മാരുടെ എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്നത്. ഓർമ്മ പുസ്തകം അല്ലെങ്കിൽ സ്മരണ പുസ്തകം എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. കൂട്ടുകാരെ, 3-ാമത്തെ പുസ്തകമാണ് ജീവന്റെ പുസ്തകം. അതിനെപ്പറ്റി നാം കേട്ടിട്ടുണ്ടല്ലേ? ഈ പുസ്തകത്തിലാണ് രക്ഷിക്കപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേ, തിരുവചനം ഓർപ്പിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ 3-ാമതായ പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ക്രിസ്തു ന്യായാസനത്തിൽ എന്ന ഈ പാഠത്തിലൂടെ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കുവാനിടയായിത്തീർന്നു. ഒന്നാമതായി നാം പഠിച്ചെന്താണ്? ആർക്കാണ് ഇവിടെ ന്യായം നടത്തപ്പെടുന്നത്? വിശ്വാസികൾക്ക് മാത്രമാണ് ഇവിടെ ന്യായം വിധിക്കുന്നത്. എപ്പോൾ, എവിടെ വെച്ച്, ഈ ന്യായവിധിയുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഇവിടെ വിധിക്കപ്പെടുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ നാം പഠിക്കുവാനിടയായിട്ടുണ്ട്. ഒരു വിശ്വാസിയെ ആക്കി വെച്ചിരിക്കുന്ന തലങ്ങളും നാം കാണുവാനിടയായിട്ടുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒരു കാര്യം സദാ ഓർമ്മയിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനിടയായിത്തീരണം. അതിനുവേണ്ടി നാം എപ്പോഴും ഒരുങ്ങേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവവുമായുള്ള നിരന്തര കൂട്ടായ്മയും വചനധ്യാനവും പ്രാർത്ഥനയും സ്വയശോധനയും ഏറ്റെടുത്ത് ഒരു നിർമ്മല മനസാക്ഷിയോടെ ജീവിപ്പാൻ നമ്മെ തന്നെ കർത്താവ് സഹായിക്കട്ടെ. അടുത്തതായി നമ്മുടെ മനപ്പാഠവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യമാണ് നമ്മുടെ മനപ്പാഠവാക്യം. കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. Let's read it in English. 2 Corinthians 5:10. Reading from NKJV. For we must all appear before the judgment seat of Christ, that each one may receive the things done in the body
according to what he has done, whether good or bad. അടുത്തതായി നമുക്ക് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഗ്രീക്ക് പദം എന്ത്? അവിടെ ആരെയാണ് ന്യായം വിധിക്കുന്നത്? What is a Greek word for Christ's seat of judgment? Who are judged there? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ ഗ്രീക്ക് പദം ബീമ എന്നാണ്. ഇവിടെ വിശ്വാസികളെയാണ് ന്യായം വിധിക്കുന്നത്. The Greek word for judgment seat of Christ is bema. Here the believers are judged. രണ്ടാമത്തെ ചോദ്യം, വിശ്വാസിയുടെ ന്യായവിധി എവിടെ വെച്ചാണ് നടക്കുന്നത്? എപ്പോഴാണ് അത് നടക്കുന്നത്? Where does the believer's judgment take place? When does it take place? വിശ്വാസിയുടെ ന്യായവിധി മധ്യാകാശത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിലാണ് നടക്കുന്നത്. സഭയുടെ ഉൽപ്രാപണത്തിനും അല്ലെങ്കിൽ എടുക്കപ്പെടലിനും അതിന് 7 വർഷം കഴിയുമ്പോഴുള്ള കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിലാണ് ഇത് നടക്കുന്നത്. The judgment of the believer takes place in the judgment seat of Christ, which is placed in the mid-air. It takes place between the rapture of the church and the glorious appearance of the Lord 7 years later. 3. ത്രോണോസും ബീമയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? What is the difference between ബീമ and ത്രോണോസ്? ഉത്തരം, വിശ്വാസികളെ ന്യായം വിധിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ബീമ എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്ന വെള്ളസിംഹാസനത്തിന് ത്രോണോസ് എന്നാണ് പറയുന്നത്. The throne of Christ that judges believers is called bema, while the white throne that judges the wicked is called the thronos. 4. സകല ദുഷ്ടന്മാരെയും ന്യായം വിധിക്കുന്ന സിംഹാസനം ഏത്? Which is a seat where the wicked are judged. ഉത്തരം, സകല ദുഷ്ടന്മാരെയും ന്യായം വിധിക്കുന്ന സിംഹാസനം വെള്ളസിംഹാസനമാണ്. The white throne is the throne that judges all the wicked. 5. വിശ്വാസിയുടെ ന്യായവിധിയുടെ ഉദ്ദേശം എന്ത്? What is the purpose behind a believer's judgment? ഉത്തരം, ഒരു വിശ്വാസി ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത നല്ലതും തീയതുമായ എല്ലാ പ്രവൃത്തിയും പരിശോധിച്ച് വിലയിരുത്തുകയും അതിന് ന്യായമായ പ്രതിഫലം നൽകുകയുമാണ് ഈ ന്യായവിധിയുടെ ഉദ്ദേശം. The purpose of this judgment is to examine and evaluate all the good and bad deeds done while a believer is in the body and to give him a fair reward. ചോദ്യം 6. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വിധിക്കപ്പെടുന്നത് എന്തെല്ലാം? What all things will be judged before Christ's seat of judgment? ഉത്തരം, ഒരു വിശ്വാസിയുടെ പ്രവൃത്തികളും വാക്കുകളും രഹസ്യങ്ങളും ആലോചനകളുമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വിധിക്കപ്പെടുന്നത്. The actions, words, secrets and thoughts of a believer are judged before the judgment seat of Christ. ചോദ്യം 7. വിശ്വാസിയെ ഉപമിച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ ഏതെല്ലാം? To which 3 things is a believer compared? ഉത്തരം, ഒന്നാമതായി ഗൃഹവിചാരകനായി, രണ്ടാമതായി ഓട്ടക്കളത്തിൽ ഓടുവാനാണ്, മൂന്നാമതായി ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുവാൻ. First, to be a steward or housekeeper. The second is to run on the race track. Third, to be built on the foundation of Christ. അവസാനത്തെ ചോദ്യം, ന്യായാസനത്തിന് മുമ്പിൽ വിധിക്കുന്നതിനുള്ള പുസ്തകങ്ങൾ ഏതെല്ലാം? Which books are used for judgment at the seat of judgment? ന്യായാസനത്തിന് മുമ്പിൽ വിധിക്കുന്നതിനുള്ള പുസ്തകങ്ങൾ 3 എണ്ണമാണ്. 1. ദൈവവചനം, 2. സ്മരണ പുസ്തകം അല്ലെങ്കിൽ ഓർമ്മയുടെ പുസ്തകം, 3. ജീവന്റെ പുസ്തകം. There are 3 books to judge before the seat of judgment. First, the word of God. Second, the book of remembrance or book of memory. Third, book of life. കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടുകാരെല്ലാവരും കണ്ണുകളടയ്ക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, എനിക്ക് സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ വചനം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് പഠിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യം എപ്പോൾ ഞങ്ങളെ ഭരിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു നിർമ്മല മനസാക്ഷിയോടെ ദൈവവചന പ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുവാൻ എല്ലാ കൂട്ടുകാരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവകൃപ അവരുടെ മേൽ പകരണം സഹായിക്കണമേ. കർത്താവ് പ്രാർത്ഥനയായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കൂട്ടുകാരെ, എപ്പോഴും ഈ ഒരു ബോധ്യം നമ്മെ ഭരിക്കട്ടെ. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും
രഹസ്യങ്ങളെയും ആലോചനകളെയും വാക്കുകളെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം. അതെ, ആ ബോധ്യം എപ്പോഴും നമ്മെ ഭരിക്കുവാനിടയായി തീരട്ടെ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. God bless you.